കേരളത്തിലെ ഒരു ഗ്രാമീണ നഗരമാണ് പാലക്കാട്. ആദിദ്രാവിഡ കാലത്ത് പാലമരത്തെ ദേവതയായി സങ്കല്പിച്ചിരുന്നു. ആൽമരുത്ത് തുടങ്ങിയ മരങ്ങൾക്കൊപ്പം യക്ഷനും യക്ഷിയും ദൈവങ്ങളായി മനുഷ്യ മനസ്സിൽ കുടിയേറിയിരുന്ന കാലഘട്ടമായിരുന്നു ദ്രാവിഡ കാലം. അക്കാലത്ത് പാലമരത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ടായിരുന്നു. ദേവതയുടെ പ്രതീകമായ പാലമരങ്ങളുടെ കാടാണ് സ്ഥലോൽപത്തിക്ക് കാരണം എന്ന് പ്രസിദ്ധ ചരിത്രകാരൻ VVK വാലത്ത് രേഖപ്പെടുത്തിയതായി കാണാം. പാലിഭാഷ സംസാരിക്കുന്നവർ വസിക്കുന്നിടം പിന്നീട് പാലിക്കെട്ടും പിന്നീട് പാലക്കാട്ടും ആയെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. ചരിത്രത്താളുകളിൽ പാറക്കാടാണ് പാലക്കാടായി മാറി എന്നാണ് KV കൃഷ്ണയ്യർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയാള ഭാഷയുടെയും കേരളത്തിന്റെയും പ്രാചീന പാരമ്പര്യം വ്യക്തമാക്കുന്ന സംഘകാല കൃതികളായ അകനാറ്, പുറനാറ്, ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയ കൃതികളിൽ പാലക്കാടും പാലക്കാട് ചുരങ്ങളെയും പരാമർശിച്ചതായി കാണാം. ദ്രാവിഡ കാലത്തെ ബുദ്ധ, ജൈന, ഹൈന്ദവ സ്വാധീനം ഈ കൃതികളിലൂടെ അറിയാൻ സാധിക്കും. അക്കാലത്ത് കേരളത്തിലേക്ക് കടക്കാനുള്ള ഒരേ ഒരു മാർഗം പാലക്കാട് ചുരമായിരുന്നു. AD 1-ാം നൂറ്റാണ്ട് മുതൽ വർഷങ്ങളോളം ചേരമാൻ പെരുമാക്കന്മാർ പാലക്കാട് ഭരിച്ചതായി ചരിത്രം പറയുന്നു. പിന്നീട് കാഞ്ചിയിലെ പല്ലവന്മാർ മലബാർ ആക്രമിച്ച് കൈക്കലാക്കിയപ്പോൾ പാലക്കാടായിരുന്നു അവരുടെ പ്രധാന ഇടത്താവളം. പല്ലവൂർ, പല്ലസേന, പലവഞ്ചനൂർ എന്നീ സ്ഥലനാമങ്ങൾ ഈ പല്ലവ അധിനിവേശത്തിന് അടിവരയിടുന്നതാണ്. 9-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ നെടുമ്പരിയൂർ നാട്ടുടയോൻ എന്ന രാജാവ് രാജ്യം ആക്രമിക്കാൻ വന്ന കൊങ്ങുനാട് രാജാവിനെ ചിറ്റൂർ വെച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ചു. ആ വിജയത്തിന്റെ ഓർമ്മ പുതുക്കാൻ ചിറ്റൂരിൽ കൊങ്ങൻപട എന്ന ഉത്സവം ഇന്നും വർഷം തോറും നടത്തപ്പെടുന്നു. നെടുമ്പയൂർ കുടുംബം പിന്നീട് തരൂർ രാജവംശം എന്നും പിന്നീട് പാലക്കാട് സ്വരൂപം എന്നും അറിയപ്പെട്ടു. 1757 സാമൂതിരി പാലക്കാട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. സാമൂതിരിയുടെ മേൽക്കോയ്മയിൽ നിന്നും രക്ഷ നേടാൻ പാലക്കാട് രാജാവ് മൈസൂരിലെ ഹൈദരാലിയുടെ സഹായം തേടിയപ്പോൾ ഹൈദരാലി യുദ്ധത്തിനൊടുവിൽ സാമൂതിരിയെ തോൽപ്പിച്ച് പാലക്കാട് ഭരണം കൈക്കലാക്കി. തുടർന്ന് ഹൈദരാലിയുടെ പുത്രനായ ടിപ്പു സുൽത്താൻ പാലക്കാടിന്റെ ഭരണാധികാരിയായി മാറി. ചരിത്രപ്രസിദ്ധമായ പാലക്കാട് കോട്ട 1716 ഹൈദരാലിയാണ് നിർമ്മിച്ചത്. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ തന്റെ അധീനതയിലുണ്ടായിരുന്ന മലബാർ പ്രവിശ്യകൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. സങ്കരഭാഷയാണ് പാലക്കാടിനുള്ളത്. തനി തമിഴ് സംസാരിക്കുന്ന അതിർത്തി പ്രദേശങ്ങളും മൈലാപ്പൂർ തമിഴ് സംസാരിക്കുന്ന അഗ്രഹാരങ്ങളും ശുദ്ധ മലയാളം സംസാരിക്കുന്ന വള്ളുവനാടൻ ഗ്രാമങ്ങളും അത്രയ്ക്ക് ശുദ്ധമല്ലാത്ത മലയാളം സംസാരിക്കുന്ന പാലക്കാട്, മണ്ണാർക്കാട്, ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളും അടങ്ങിയ ഒരു സങ്കര ഭാഷാ സംസ്കാരമാണ് പാലക്കാടിന്റേത്.